വികസനത്തിന്റെ മഹാവിപ്ലവമാണ് ഇന്ത്യൻ റെയിൽവേയിൽ നടക്കുന്നതെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി. കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന കോഴിക്കോട് ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനം നടത്തിയ ശേഷം ജനം ടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 7.59 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനമാണ് ഫറൂഖ് സ്റ്റേഷനിൽ നടത്തുന്നത്. രാജ്യത്താകെ 41,000 കോടി രൂപയുടെ റെയിൽവേ വികസന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ അമൃത് ഭാരത് പദ്ധതിയിൽ കൂടി നടപ്പിലാക്കുന്നത്. ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെയുള്ള പദ്ധതി ഉദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. ഈ സാഹചര്യത്തിലാണ് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയുടെ പ്രതികരണം. പ്രവേശന കവാടം, പാർക്കിംഗ് സൗകര്യം, AC, non-AC കാത്തിരിപ്പ് കേന്ദ്രം, ടോയ്ലറ്റ്, മേൽക്കൂര തുടങ്ങിയവയുടെ നവീകരണമാണ് ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത്. പാലക്കാട് ഡിവിഷനിലെ 9 റെയിൽവേ സ്റ്റേഷനുകളാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ നവീകരിക്കുന്നത്. സത്യത്തിൽ വികസനത്തിൻ്റെ ഒരു മഹാവിപ്ലവമാണ് ഇന്ത്യൻ റെയിൽവേയിൽ നടക്കുന്നത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദി ഒരു വലിയ ഉദ്ഘാടന മാമാങ്കം തന്നെ നടത്തുകയാണ്. കേരളത്തിലെ ഫറൂഖ് സ്റ്റേഷൻ ഉൾപ്പെടെ കണ്ണൂർ, ഫറൂഖ്, നിരവധി സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടുകളേക്കാൾ മനോഹരമാക്കി മാറ്റാൻ പോവുകയാണ്. ഏകദേശം ഇന്ത്യയിൽ 554 റെയിൽവേ സ്റ്റേഷനുകൾ പുനർവികസനത്തിലേക്കാണ് കടക്കുന്നത്. സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്, MK രാഘവൻ MP, പാലക്കാട് ADRM അനിൽകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. നവീകരണത്തിന്റെ ശിലാസ്ഥാപനം മുഹമ്മദ് റിയാസും MK രാഘവനും ചേർന്ന് നിർവഹിച്ചു. വികസിത ഭാരത് വികാസ് റെയിൽവേ എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഉപന്യാസ, ചിത്രരചന, പ്രസംഗ മത്സരത്തിലെ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. നവീകരണ പ്രവൃത്തി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജനം, കോഴിക്കോട്.